ഇവള് കൊറേ നേരം ഇതൊക്കെ അതെന്താണിത്? അപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങളൊക്കെ പറഞ്ഞതിലും വലിയ കാര്യങ്ങളുണ്ട്. ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ സിപ്പുമോളെ? എന്താ അറിയുമ്പോ സർപ്രൈസ്? നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സർപ്രൈസ് എന്നുള്ളത്. ടൈറ്റിലും ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവർക്ക് അറിയില്ല. ഇവരെ ഞാൻ സർപ്രൈസ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോവാണ്. ഇതാ സിങ്കിണ്ട്, സൈബുണ്ട്, ഇമ്മണ്ട്. ഇമ്മ ഗസ് ചെയ്യാൻ പറ്റോ? അതാ പറഞ്ഞ ഞാൻ അതാക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഐഡിയ. സൈക്കോളജിക്കൽ മൂവ് അല്ലേ? അല്ല, നീ കൂടി പറഞ്ഞേ. അറിയില്ല. അപ്പൊ നിങ്ങളെല്ലാരും ഇതാക്കില്ലേ? ഇതൊന്നുമല്ല നമ്മള്. അല്ല, ഈ അങ്ങോട്ടാണ് വണ്ടിന്റെ ഉള്ളിൽ കയറിക്കുന്നത്. ചായക്ക് മിച്ചർ വാങ്ങാനാ? ഇറങ്ങോടോ, ഞങ്ങള് വേറെ പരിപാടിക്കാണ്. ഇറങ്ങി വണ്ടി. ഇതാണ് പ്രശ്നം. ഓൻ വണ്ടി പറഞ്ഞാ വണ്ടിന്റെ ഉള്ളിൽ കയറിയിരിക്കും. അപ്പൊ എല്ലാരും കയറി. ഓനെ കൂട്ടണില്ല, എന്തായാലും റാഷിനെ കൂട്ടണില്ല. റാഷി മിച്ചർ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. ഇനി ബാക്കിയുള്ളവരുള്ളത്. കയറി വണ്ടി കയറി. അല്ല, ഇറങ്ങുന്നില്ലേ ഉമ്മ? വരി. ഇവിടേക്ക് തന്നെ. അപ്പൊ ഇതാ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാ നമ്മുടെ ഹെവൻലി കേക്കിന്റെ അവിടെയാണ്. ഇവർക്ക് ഇപ്പോഴും സൈബ, എനിക്ക് മനസ്സിലായ എന്തിനാ നമ്മൾ വന്നതെന്ന്? എന്താ മനസ്സിലാവത്ത്? ഗസ് ചെയ്യാൻ പറ്റോ? പറ്റൂല? നീ ഇനിയെങ്കിലും ഗസ് ചെയ്യും. ഇമ്മ പറയും എന്തിനായിരിക്കും? എന്താണ്? കേക്കിന്റെ ഷോപ്പാന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതല്ല, നമ്മളിവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രേഷനാണ്. അപ്പൊ ആ സെലിബ്രേഷൻ ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇനിയും പറയാൻ പറ്റില്ലോ മറിയ? ഇനിയെങ്കിലും പറയാൻ പറ്റോ? ഇനി പറയണോ? എടാ, ഒന്ന് ക്യാമറ പിടിക്കട്ടോ. നിങ്ങൾ എന്താണ് ഇത് വന്ന വൈക്കന്നെ നിക്കുന്നത്? എങ്ങനെ എടി ഇനിയും മനസ്സിലല്ലേ? ഇവരെ വിചാരം എന്താ അറിയോ? ഞാനിപ്പോ വല്ല പ്രമോഷനും ഒരു ഷോപ്പിലേക്ക് കൊണ്ടുവന്നാ. ഇപ്പോഴെ ശരിക്കും പൊട്ടിയല്ലേ? ഇവള് കൊറേ നേരം ഇതൊക്കെ അതെന്താണിത്? ഇവള് ഞാൻ നോക്കുമ്പോളേ ഇത് രണ്ടും കൂടി പൊട്ടണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോ അല്ലല്ല ഇതെന്താ അത് എന്താ കാട്ടണേ? അതന്നെ സാധാരണ ഇത് എവിടുന്നും പറ്റുന്നതാണ്. ഞാൻ നോർമലി ചെയ്യുമ്പോ എനിക്കുള്ളൊരു ശാപാണ് ഈ പാർട്ടി പോപ്പർ പൊട്ടൂല. ഞാൻ എപ്പോ ചെയ്യുമ്പോഴതാ. ചവനെ ഞാൻ പറഞ്ഞില്ല, വന്നപ്പോഴാ ഉള്ളത്. അപ്പൊ ഇതെന്തിനാ പൊട്ടിച്ചെന്നെങ്കിലും മനസ്സിലായി ഞങ്ങക്ക്? നിനക്ക് എന്താ? സംഖ്യക്ക് മനസ്സിലായത് എന്തിനാ? 6 month anniversary അല്ലേ? അതിനോണ്ടല്ലേ ഞാൻ കൊറേ വട്ടയില് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യണം. അതിനല്ലേ ഉണ്ടോന്ന് ഓള് മനസ്സിലാക്കി. നിങ്ങക്ക് മനസ്സിലായ? അവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇത് ഞാൻ നോക്കാണ് ഒന്ന് പൊട്ടിട്ട് മറ്റേ പൊട്ടണില്ലല്ലോ എന്നുള്ളത്. ഓൾ അതും കൊണ്ടിങ്ങനെ. അപ്പൊ ഉമ്മ ഇത് വായിക്കുങ്ങള് എന്താ ഇവിടെ എഴുതി വെച്ചേക്കണെന്ന്? അല്ല, വായിച്ചു നോക്കി. അതെന്താ സേവ് വായിച്ചിട്ട് എന്താ കിട്ടണേ? ആദ്യത്തെ എന്താ? മുകളിലത്തെ എന്താ? ഹാപ്പി. അടുത്തതോ? ആനിവേഴ്സറി. അതുണ്ടാ? ആനിവേഴ്സറി സ്പെല്ലിംഗ് തന്നെ പെട്ടെന്ന് മറന്നു പോയല്ലോ. അല്ല, അതില് പിന്നെ തെറ്റാണ് അത് വെച്ചത്. ആനിവേഴ്സറി അല്ലേ? ആനിവേഴ്സറി മറ്റേ ഇത് 6 month ആനിവേഴ്സറി. എന്താണ് പറയാ?
മന്തിവേഴ്സറി എന്ന് പറയാം. മന്ത് ആനിവേഴ്സറി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് ഞാൻ വേറെ ആരെങ്കിലും കണ്ടിട്ടില്ല. ഇനി നമുക്കൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പൊ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. 30 വർഷമായിട്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും ആഘോഷിച്ചിട്ടില്ല. ഇതുവരെ ഒരു ആനിവേഴ്സറി പോലും. അല്ല, ആനിവേഴ്സറി നിങ്ങൾ ഒരു 28 ഒന്നും ചെയ്ത് അതല്ല പറഞ്ഞത്. ഇതിപ്പോ 6 മാസം ആകുമ്പോഴത്തേനെ തുടങ്ങി. ഇനിയിപ്പോ എത്ര ഉണ്ടാവും? അത് എല്ലാ മാസത്തിലും ഞങ്ങൾ ഉണ്ടെന്നാണ്. പക്ഷെ എല്ലാ മാസത്തിലും ഞാൻ ആഘോഷിക്കില്ല. അപ്പൊ എല്ലാ മാസവും ഓള് പറയും. ഒരുപാട് എല്ലാ മാസവും ഞാൻ ചോദിക്കും ഇന്ന് എന്താ ദിവസം. അതെ. അപ്പൊ നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ 6 മാസം ഇവളിന്റെ തലയിലായിട്ട്. അല്ല അല്ല എന്റെ കൂടെ ആയിട്ട് അല്ലേ? ഇണക്കും പിണക്കും അടിയും എല്ലാം ചേർന്ന ഒരു 6 മാസം അല്ലേ? സന്തോഷമില്ലേ അതില്? ഹാപ്പിയായി. സന്തോഷമില്ലേ? ഹാപ്പിയായി. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ? സീബറല്ലേ? ഇന്ന് രാവിലെ കൂടി ഒരു കേക്ക് ഇട്ടിട്ട് ഭയങ്കര കൈക്കിൽ അയച്ചോളാം. അതെ, ഞാൻ എണീക്കുന്നതിന് മുന്നേ ഞാൻ ബാത്റൂമിൽ കാക്ക ഞാൻ കേക്ക് നിട്ടെന്ന് പറഞ്ഞ് നിന്നോളാണ് ഓള്. അങ്ങനെ നമ്മളെ കേക്ക് ഇതാ വന്നിട്ടുണ്ട്. 6 months ഓഫ് ആനിവേഴ്സറി. എങ്ങനെയുണ്ട്? എടാ ഇത് എന്ത് കേക്കാടാ? എന്ത് കേക്കാ? റെഡ് വെൽവെറ്റ്. ആഹാ. സൈബ ഒരു സൈഡ് ചെറിയ സൈഡിന്ന് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ചെറുതായിട്ട് അങ്ങനെ ചെയ്യരുത്. കട്ട് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെന്താ ആനിവേഴ്സറി 6 month ആനിവേഴ്സറിന്റെ ചെറിയൊരു ഗിഫ്റ്റ് എന്റെ മുത്തിന്. നോക്കരുത്, അങ്ങോട്ട് തിരി. താങ്ക് യു. കിട്ടി അല്ലേ? ഇനി 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 നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ അല്ലേ? ഇതിന്റെ മുകളിൽ ഒരു പൂത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? എന്താ ഇതിന് പറയാ? ആ, സ്പാർക്ലിംഗ് കാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മുറിക്കാണ്. എന്താ സേബ് അവിടെ പോയിക്കണേ? വാ കൂട്ടു വാ. എന്താണ് കേക്കുന്നില്ല? ഞങ്ങള് കുറച്ച് അടുത്തേക്ക് വന്നിട്ട് പറയും. അമ്മനെ കാണിച്ചു കൊടുക്കണം. ഇവിടെ വന്നിരിക്കി. അതെന്താ സാധനം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനെ ആ 6 മാസം കഴിയുമ്പോ 6 മാസത്തല്ലേ ചെയ്യണേ? അടുത്ത 6 മാസത്തിന് 1 കൊല്ലത്തിന് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ കട്ട് ചെയ്യാണെങ്കിലോ എന്താ അറിയില്ലമ്മ, അന്ന് നിക്കാതെ കഴിഞ്ഞതിന്റെ ശേഷം എനിക്കിങ്ങനെ എല്ലാരോടും സമ്മതം ചോദിക്കുന്ന ഒരു ശീലം വന്നിട്ടുണ്ട്. എന്ത് പരിപാടിയാണെങ്കിൽ ഞാൻ ചെയ്തോട്ടെ എന്നൊരു ചോദ്യം. വെല്ലും പറഞ്ഞാൽ ശരിയായിട്ടില്ല എന്നാണ്. എല്ലാരോടും അങ്ങനെ പറയണ്ടില്ല. ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്താ ചെയ്തത്? ഞാൻ എല്ലാരോടും പറയണല്ലോ വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് എല്ലാരോടും പറഞ്ഞു. അത് ശരിയല്ലേ? ചിലപ്പോ തൊട്ടടുത്തുള്ള വീട്ടിൽ ഞാൻ നോക്കിയപ്പോഴേ ഞാൻ സമ്മതം ചോദിച്ചപ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് താത്ത വരെ ആ മോനെ പൊയ്ക്കോന്ന്. അല്ല, ഈ ഓവർ സംസാരിക്കരുത്. സമ്മതം മാത്രം ഞങ്ങൾ ചോദിക്കുക, പോയിട്ട് ഉമ്മ കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മള് ജന്മനാ നമുക്ക് സംസാരം ഉണ്ടായി പോയല്ലോ അല്ലേ സൈബ? നമുക്ക് മാറ്റാൻ പറ്റുമോ? അത് മാറ്റാൻ പറ്റില്ല. അതെ, മുറിക്കല്ലേ? ആ ഷാവുല ഒരു പാട്ടൊക്കെ ഹാപ്പി ആയിട്ട് പക്ഷെ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഇവിടെ നടന്നിട്ടില്ലല്ലോ. അതെ, എന്നാ ഇതൊരു തുടക്കമാവട്ടെടാ. അതെ, 6 മാസത്തത്, 1 വർഷത്തത്, കുട്ടികളെ ബർത്ത്ഡേ ഒക്കെ പെണ്ണ് കാണല്. ഇത് പെണ്ണുകാണല് കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച ഞാൻ അടുത്തുണ്ടെങ്കിലേ റാഷിന്റെ ഉണ്ടല്ലോ. അതാ ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും അടിയും തല്ലും പിടിയും ഒക്കെ അതിന്റെ ഇതില് ഒരു അങ്ങനെ ഒരു 6 മാസം മുന്നേ പറയില്ല. ഇനി ഒരുപാട് കാലം പോണ. അതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടാവൂല്ലോ ഒരു സ്നേഹമുള്ള വീട്ടിലല്ലേ? എന്നാ പിടിച്ചോ, എന്താ കയ്യോ കടഞ്ഞാ നിനക്ക്. അപ്പൊ ഹാപ്പി ആനിവേഴ്സറി. വെഡിങ്ങും പറയാൻ പറ്റില്ല. ആനിവേഴ്സറി നമ്മളെ ഹാപ്പി ആനിവേഴ്സറി. നമ്മളത് ആദ്യം ഓക്കാക്കെ കൊടുക്കട്ടെ. എടോ എന്റെ വെഡിങ് ഹാഫ് ഇയർ ആനിവേഴ്സറിയാണ്. ഓ നാല് ഷാവുലെ കിടില സാധനം. അടിപൊളി. അയ്യോ മറന്നുപോയി. കിട്ടൂല. റോസിന് തിന്നാനാകുമ്പോ ഒന്നും ഉണ്ടാവില്ല. പെണ്ണ് കെട്ടിയാല് കണ്ണ് കെട്ടിന്ന് പറഞ്ഞതാണ്. ഞാൻ മനസ്സിലാക്കി. പണ്ട് ഉമ്മൊക്കെ ഈ കാര്യം പറയുമ്പോ ഞാൻ അത്ര വലിയ ഇതില് കൊടുത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങളൊക്കെ പറഞ്ഞതിലും വലിയ കാര്യങ്ങളുണ്ട്. മൂത്തോര് പറഞ്ഞ അനുസരിക്കണം മനസ്സിലായി. അതെ. അപ്പം
എന്തായാലും ഹാഫ് ഇയർ ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. 25-ാം തീയതി 26-ാം തീയതി അല്ലേ നമ്മൾ 25-ാം തീയതി ആകുമ്പോ പറയും ഇന്നത്തെ ദിവസത്തിന് അറിയോ എന്ന് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ചോദിക്കും. 4-5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളത് ഇതാണോ, കാരണം എന്ത് ചോദിച്ചാലും ദിവസത്തിന്റെ പ്രത്യേകത അറിയോ ചോദിച്ചാൽ പിന്നെ നമ്മള് കന്നിക്കാ കഴിഞ്ഞ ദിവസമാണോ എന്ന് ഞാൻ ചോദിക്കലുണ്ട് അല്ലേ, ശരിയല്ലേ? അപ്പൊ അങ്ങനെ നടത്തിയിരിക്കുകയാണ്. ഹാപ്പിയായോ? ഹാപ്പിയായി. കാരണം എല്ലാ മാസവും ചോദിക്കുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നൂലേ 6 മാസം ആകുമ്പോൾ ഒന്ന് നടത്താൻ വേണ്ടിയിട്ടതാണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു തുടക്കമാവട്ടെ. നിങ്ങളും നടത്തി 6 മാസത്തിൽ ആഘോഷം, കൊല്ലത്തിൽ 2 പ്രാവശ്യം ആഘോഷം, ബർത്ത്ഡേ, പെരുന്നാള് അല്ലേ, എന്ത് കാര്യത്തിനും ഒരു ആഘോഷമാക്കും. കേക്ക് കട്ട് ചെയ്തിട്ട് അല്ലേ മുത്തേ? എന്താ ചെയ്യും മോളെ? എന്താ എന്റെ തീരുമാനം? എന്താ എന്റത്? അതില് മനസ്സിലാക്കാം. ഉമ്മ എങ്ങനെയുണ്ട് ഈ ഒരു 6 മാസത്തിലെ സെലിബ്രേഷൻ? റിസോർട്ടിൽ ഓരോരുത്തർ വന്നിട്ട് 6 മാസം 1 മാസം ഒക്കെ കഴിച്ച് പോവലുണ്ട്. പക്ഷെ നമ്മള് നേരിട്ട് കണ്ടത് ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങല്ലേ? എന്താ ഹെവൻലി കേക്ക് വായിക്കാറില്ല? അതന്നെ ഹെവൻലി കേക്ക് അറിയാം. ഒന്ന് രാവിലെ കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല നിങ്ങൾ വായിക്കുന്നോടത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നാദ്യോ? അങ്ങനെ അത്ര ഒന്നും ഇല്ല. ഇവര് ഏരിയയിൽ ചിലപ്പോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുള്ളൂ. വായിക്കാനൊക്കെ അറിയാം. വേണ്ട, അതാണ് എനിക്ക് വിചാരിച്ച മാതിരൊന്നല്ല. ഓള് സി ആണെങ്കിൽ ഞാൻ 7 ആണ്. അതെ. എടാ നമ്മൾ ഈ കേക്ക് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞു തരുമോ? അല്ല നിങ്ങളും കേക്കൊക്കെ തിന്ന് അതന്നെ കൊടുക്കും എല്ലാവർക്കും. എന്റെ മൊയിലാളിമാർക്ക് കേക്ക് തിന്നൂടാന്നുണ്ടോ? ഇത് വേഗം കേക്കൊക്കെ തന്നിട്ട് തട്ടിപ്പോയിക്കോട്ടെ വെച്ചിട്ടായിരിക്കും. ഷുഗർ കൂടിയിട്ടില്ലേ? അങ്ങനെ വിചാരിക്കുമ്മ. നിങ്ങളല്ലേ നമ്മളെല്ലാം. ഉമ്മ ഉണ്ടെങ്കിലും ഇല്ലാതെ നമ്മളുണ്ടോ അല്ലേ സീബുമ്പോളെ? അല്ലേ? അതെ. എന്നാ നമുക്ക് ഇറങ്ങല്ലേ വീട്ടിലേക്ക്? എടാ വാടാ എല്ലാരും വാ, എടുക്കും. ഫിറോസിക്കൊക്കെ പറഞ്ഞല്ലേ ബാക്കി നമ്മളെ മക്കൾക്ക് കൊടുക്കാം. അങ്ങനെയുള്ള ഫിറോസിക്ക് പറയാം ബാക്കി നമ്മളെ മക്കൾക്ക് കൊടുക്കാം. ഇവിടെ ഉള്ള നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാണ് കേട്ടോ. വേഗേരി മഴ പെയ്ത്. അല്ല സൈബ, അത് അനക്കുള്ള ഗിഫ്റ്റ് അല്ല, ഓൾക്ക് താട്ടാ. ലേശം മുന്നോട്ട് വണ്ടി എന്നാലേ എനിക്ക് കയറാൻ കഴിയുള്ളൂ. ആണോ? അങ്ങനെ നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി റാഷിക്കും ഒക്കെ കൊടുക്കണല്ലോ. ഓര് സംസാരിക്കുമ്പോ അതിന്റെ ഇത് കൂടി മൈക്ക് വെച്ചിട്ടുണ്ട്, അതിന്റെ ശ്രദ്ധ വേണം കേട്ടോ. ഓർമ്മ അല്ല, മൈക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മ വേണം. ശരിയാണ്. ഇമ്മ അവിടുന്ന് എന്ത് വർത്താനം പറയുമ്പോഴും അത് ഇതിലേ കിട്ടും, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ തന്നെ തിരിക്കട്ടോ. ഹാപ്പി ആയി? എന്ത് മഴ അതെ, അല്ലാതെ ഈ കുട്ടി ഉണ്ടായിരിക്കും സൈബ. അതെ, റഹമത്ത് ഇരട്ടി മധുരാണ് സൈബ. ഇന്നലെ മഴ ഇല്ലേ? ഇന്നാണ് മഴ ഉണ്ടായത്. സീന് കുട്ടി ഒന്ന് പൊലിപ്പിക്കാൻ നോക്കി, അതിനും സമ്മതിക്കൂലെന്ന് തോന്നുന്നുണ്ട്. ഇത് പിടിച്ചയ്യി പോട്ടെ. ആനിവേഴ്സറി ആണെന്നുള്ളത് അറിയില്ലായിരുന്നല്ല. പക്ഷെ ഞങ്ങള് 3 ആളും ഒരേപോലത്തെ ഡ്രസ്സാട്ട്. അനക്ക് വിട്ടൂടെ ഇങ്ങനെ? നീലല്ലേ? ഗ്രീന്. അല്ല ഗ്രീൻ അതന്നെ. പറഞ്ഞ കളറിലൊക്കെ എന്തിരിക്കുന്നു പറഞ്ഞ കറക്റ്റാണോ? അതിലെന്താ അറിയോ സംഭവം? ഞാൻ വിചാരിച്ച എല്ലാരും യൂണിഫോം ആക്കണ്ടല്ലോ എന്ന്. അതാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ എല്ലാരും എങ്ങനെ ഒന്നിച്ചിട്ടു എന്നാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. ഞാനും അതാണ്. ഞാൻ ആദ്യം ഇടാൻ വേണ്ടി വിചാരിച്ച ഡ്രസ് അവിടെ വെച്ചിട്ട് പിന്നെ അത് മാറ്റി. പക്ഷെ എനിക്ക് മനസ്സിലായി നിങ്ങള് ആ കോഡ് പിടിച്ചതാ. അല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഇവിടെ സിങ്കിന്റെ അതാണെന്ന് അറിയോ? ആണ് സൈബ വന്നിട്ടാ പറയുന്നത്. ഓടി വന്നിട്ട് അമ്മി ഞാനും സിങ്കി ഒരേപോലത്തെ ഡ്രസ്സാണ്. അതാണ് മനപ്പൊരുത്തം. എന്ത് പരിപാടിക്ക് എന്ത് കാര്യത്തിന് പോയാലും തിരിച്ചു വരുമ്പോ സൈബ ഇങ്ങനെ സൈബ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അല്ലെങ്കിൽ ഒന്നുമില്ല. അതാ ഒന്നുമില്ല. ഈ ഒന്നുമില്ല കേക്കില് എന്തെങ്കിലും ഒരു സാധനം ഓള് ആലോചിച്ചിട്ടുണ്ടാവും. സംഭവമാണ്. പക്ഷെ ഓള് വേറൊരു കാര്യം പറഞ്ഞു, അത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. അതായത് ഫുൾ മാർക്ക് മേടിച്ചാല് ഓൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ സൈബ? അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഉമ്മ എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പരിപാടിന്റെ ഒരു അഭിപ്രായം? അടിപൊളി, എനിക്ക് ഇഷ്ടമായി. കാരണം എന്നെ കൊണ്ടുപോയതിനെ കൊണ്ടാണ് ഇഷ്ടമായത്, അല്ലാതെ നിങ്ങൾ ആനിവേഴ്സറി നടത്തിയതല്ല. സൈബക്ക് എന്താ തോന്നിയേ ഇന്നത്തെ പരിപാടിനെ കുറിച്ച്? അടിപൊളി. സൈബക്ക് പിന്നെ ആ കൊച്ചിപ്പണക്കാണല്ലോ. അല്ല, സൈബക്ക് കൊച്ചിപ്പണക്കൊന്നുമില്ല. സൈബർ ഇനി ആനിവേഴ്സറി എങ്ങനെ സൈബക്ക് തോന മാർക്ക് കിട്ടിയാൽ ഇതേമാതിരി അവിടെ വലിയ കേക്കിൽ കൊണ്ടുപോകും. നിങ്ങളെ മൈക്കോടെ വെച്ച് അവിടെ ഉണ്ട്. അതിന് നല്ല കടകട ഒച്ചയായിരിക്കും കേട്ടോ. എപ്പോഴും നോക്കേണ്ട അവസ്ഥ ആയി പോയല്ലമ്മ. ആ കുഴപ്പമൊന്നുമില്ല. അതല്ല, അപ്പം എന്തായാലും
ഏതാനും ചിലപ്പോ കുറച്ച് മന്തിന്റെ ഉള്ളിൽ നമ്മുടെ കല്യാണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ അല്ലേ? ശരിയാണ്. ആ 2-ാം തീയതി അതേപോലെ തന്നെ നമ്മളെ വീടിന്റെ പണികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ഇട്ടുതരണ്ട് കേട്ടോ നിങ്ങക്ക്. ഇനി ഫർണിച്ചറും ഇന്റീരിയറും ഒക്കെ ചെയ്യാനുള്ളൂ അല്ലേ? അത്രയും ഫിനിഷ് ആയിട്ടുണ്ട്. കഴിയുന്നിടത്തോളം ചെയ്യും, ബാക്കി ഞങ്ങൾ അങ്ങോട്ട് താമസിക്കും. എന്നിട്ട് അല്ല നമ്മളിപ്പോ നിലവിൽ നമ്മൾ അടുത്ത മാസം 2-ാം തീയതി ആണ് ഇതാക്കിയത്. പക്ഷെ കുറച്ചുകൂടി പണികളൊക്കെ കഴിയാണ്ട്. പക്ഷെ എന്നാലും എത്ര വരെ പൂർത്തിയായിട്ടുള്ള ഒരു സാധനം ഞാൻ ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? അല്ല നമ്മൾ അങ്ങോട്ട് കയറും, എന്നിട്ട് ബാക്കിയുള്ള പണികൾ അവിടെ ഇരുന്നും കൊണ്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ കണ്ട് കൊണ്ടുവരും. അതെ, കുട്ടിരിക്കലും ഇവിടെ കൊണ്ടുവരില്ല. അതൊക്കെ ഇപ്പൊ പറയണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്താണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വെച്ചാൽ അതന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തേല് വീടിന്റെ കംപ്ലീറ്റ് ആയ ഒരു സംഭവം അടുത്തേല് നമ്മൾ ഇട്ടായിരുന്നു. ഇവള് മുണ്ടണില്ലല്ലോ. കേക്ക് കുറിച്ച മുതലും അവിടെ കയറിയ മുതൽ ഇവള് മുണ്ടണില്ല. എന്താമ്പോ അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കേണ്ടി ചാവലിനോട്, അതിന് ഓണറോട്. അതല്ല, ഇവളെന്താ പറഞ്ഞാൽ ഈ അതിന്റെ ആ ഒരു ഇതില് ഷോക്കഡ് ആയി പോയ ആണല്ലേ? അതല്ല എടാ, മതി. ഓക്കെ, അതല്ല എന്താണ് എന്റെ പെണ്ണുങ്ങൾ ഉമ്മക്കണേന്. പിന്നെ ഇത് നല്ല പരിപാടി. 6 മാസം കൂടുമ്പോൾ ഒരു മാസത്തിലൊക്കെ നിങ്ങൾ ഇങ്ങനെ സെലിബ്രേഷൻ വെക്കുമ്പോ പ്രാവശ്യം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖമായി. സൈബക്കും എനിക്കും ഓരോ ബാക്കിയുള്ള ദിവസം പകുതി ദിവസങ്ങൾ അങ്ങനായി. പകുതി ദിവസം നോക്കിയാൽ മതിയല്ലോ ഒരു മാസത്തില്. ഒരു മാസം കൂടുമ്പോ അൻ്റെത്, ഒരു മാസം കൂടുമ്പോ അൻ്റെത്, 2-ാമത് ഇങ്ങനെ വരും. ആനിവേഴ്സറി വരും, പിന്നെ കുടിക്കൽ കഴിഞ്ഞ ദിവസം വരും, ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ദിവസം വരും. വിരല് വെച്ചിട്ടാക്കണ്ട. അതെ, മാസത്തിന് ഫുള്ള് ആനിവേഴ്സറി ആയി. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ ബൈ.